എല്ലാത്തിനും വേദനയുണ്ടോ? എല്ലാത്തിനും എനിക്ക് വലിയ വിശ്വാസമായിരുന്നു. അത് നമുക്ക് ദൈവം കാണിച്ചു തരും. അപ്പം ഞാൻ ഇത് കറക്റ്റ് ഭാര്യയാണോ ചെയ്യുന്ന സമുദായം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. ഇവർക്ക് കുട്ടികളുണ്ടാവില്ല. കാരണം എന്താ? രണ്ടുപേരും ജാതകം നോക്കി. കല്യാണം നടക്കാത്തവർക്ക് പട്ടുസാരി കൊടുത്ത് നടക്കും. മഹാദേവൻ, എല്ലാ ദേവാദിദേവന്മാരുടെ ആണ് മഹാദേവൻ. നമുക്ക് ചക്രാസ് ഉണ്ട്, മൂലാധാരം എന്ന് പറയും. ആ മൂലാധാരം ബ്ലോക്ക് ആകുമ്പോഴാണ് ധനം ഉണ്ടാവുക. ഫാമിലി ഇഷ്യൂ ഒക്കെ വരുമല്ലോ, അത് സ്വാധിഷ്ഠാനം ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ ഇഷ്യൂ വരുന്നത്. ഇതൊക്കെ ചെയ്ത് അവരുടെ വേദനയ്ക്ക് ഒരു ശമനം കൊടുക്കുക. ഫാമിലി ഇഷ്യൂ ഉള്ളവർ, ഭാര്യ ഭർത്താവ് കലഹം, ഇനി ഇത് രണ്ടുപേരും മനസ്സിനെ മാറ്റാം. രണ്ടുപേരും മനസ്സ് അനാഹൃതം ബ്ലോക്കായിരിക്കും. അതാണ് ഈ പ്രശ്നം. സ്നേഹത്തിന് വല്ല പ്രശ്നമുണ്ടോ? റേക്കി ഒരു പ്രത്യേക പ്രപഞ്ചത്തിലുള്ള ഊർജ്ജത്തിനാണ്. നമസ്കാരം അമ്മ. നമസ്കാരം. അമ്മ റേക്കി മാസ്റ്ററാണ് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. ജ്യോതിഷത്തിലൂടെയാണോ അമ്മ റേക്കിയിലോട്ട് വന്നത്, അതോ റേക്കി പഠിച്ചതിന് ശേഷമാണോ ജ്യോതിഷത്തിലോട്ട് വന്നത്? നമസ്കാരം. ജയ് ശ്രീരാം, ജയ് ഹനുമാൻ. ഞാൻ ആദ്യം ജ്യോതിഷ പഠിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പല സ്ഥലത്തും ഞാൻ ഓരോ കാര്യം നോക്കാൻ പോയി. എനിക്കൊക്കെ അവർ പറയണതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ പ്രസിദ്ധമായ പാഴുപ്പടി വരെ പോയി. പക്ഷെ അവരൊക്കെ പറയണത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോയതാണ്. അവർ പറയണത് എൻ്റെ ഞാനായിട്ട് യാതൊരു ചേർച്ചയില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ. എവിടെ ചെന്നാലും പൂജ പറയും. എന്നാൽ പിന്നെ നോക്കാം എന്താ സംഭവം എന്ന് അറിയാനായിട്ട്. ഞാനത് പഠിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അത് മറന്നുപോയി. പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ആരോഗ്യ സ്ത്രീകൾ പഠിക്കില്ല എന്നോ ശരി വിട്ടു. പക്ഷെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. ഞാനൊരു എസ്ട്രോളജറായി ആയിരുന്നു മാനിഫെസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അതിനെപ്പറ്റിയൊന്നും പിന്നെ പറഞ്ഞില്ല. ഈ മാനിഫെസ്റ്റേഷൻ പഠിച്ചത് എൻ്റെ അമ്മാവൻ ഒരു പണ്ഡിതനൊക്കെ ആയിരുന്നു. അമ്മാവനൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ മകൻ. അവന് മലയാളമൊന്നും അറിയില്ല. മലയാളം കമ്പൽസറി അന്ന് ഈ CBSE ഒന്നും ഇല്ല ഞാൻ പഠിക്കുന്ന സമയത്ത്. കേരള സിലബസ് മാത്രമേ ഉള്ളൂ. മലയാളം പാസ്സായാലും ജയിക്കില്ല. അപ്പോൾ അവനോട് അമ്മാവൻ പറയും, നീ 100/100 കിട്ടിയെന്ന് എഴുതാൻ പറയും. ഞാനും എഴുതി. സ്കൂൾ ഫസ്റ്റ് ആവുന്നു. എനിക്ക് വേറെ ഒന്നും അറിയാൻ വേണ്ടി ഡിസ്റ്റിങ്ഷൻ്റെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനും പച്ചപക്ഷി അമ്മാവൻ്റെ കയ്യിൽ നിന്നൊക്കെ എടുത്ത്, അന്നൊക്കെ ഈ ഡോട്ട് പേനൊന്നും അല്ല, മഷി ഒഴിക്കണം. ഒരു ഹീറോ പേന ഉണ്ടായിരുന്നു എനിക്ക്, അതിലൊക്കെ ഒഴിച്ച് അതുകൊണ്ട് എഴുതുള്ളൂ. ഞാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ അച്ഛൻ വാങ്ങിച്ചെന്ന പേന. അന്ന് ഹീറോ പേനൊക്കെയുള്ള വലിയ ആൾക്കാരാണ്, അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ എപ്പോഴും എഴുതും. അപ്പോൾ ഞാൻ പച്ചപക്ഷിക്ക് എഴുതി എനിക്ക് സ്കൂൾ ഫസ്റ്റ് ആവണം. ആയത് അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ഓരോ കാര്യങ്ങൾക്ക് ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് എഴുതുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ 17 വയസ്സിൽ മരിച്ചു പോയപ്പോൾ സഡനായിരുന്നു, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ആ സമയത്ത് നമുക്ക് സ്ഥലങ്ങൾ ഒരുപാട് ഇപ്പോഴും സ്ഥലമുണ്ട്, എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ സ്ഥലമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എഴുതി, ഞാൻ നല്ലൊരു ട്യൂഷൻ ടീച്ചറായിരിക്കുന്നു. ഇഷ്ടം പോലെ പിള്ളേരുടെ എനിക്ക് സമയമില്ലാത്തതുള്ളൂ. അപ്പോൾ അന്ന് തുടങ്ങി മാനിഫെസ്റ്റേഷൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതുമായിരുന്നു. ഫേമസ് അന്നൊന്നുമില്ല, മാനിഫെസ്റ്റേഷൻ വാക്കേ ഇല്ല, അതിൻ്റെ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇത് പച്ചമഷി കൊണ്ട് എഴുതുന്ന കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു. ഞാൻ അങ്ങനെ എഴുതുമായിരുന്നു. എനിക്ക് അത്ര വേണ്ടപ്പെട്ട കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരും ചെയ്യുമായിരുന്നു. അവരും എഴുതുമായിരുന്നു, അവർക്കും കാര്യങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് എനിക്ക് നടന്നു. എനിക്ക് കല്യാണത്തിനായാലും ഡോക്ടേഴ്സ് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞു, അപ്പോഴും ഞാൻ എഴുതും. ഒരു ആയുസ്സും ആരോഗ്യമുള്ള സൽപുത്രൻ്റെ അമ്മയാണ് ഞാൻ എന്നൊക്കെ എഴുതും. അങ്ങനെ എനിക്ക് എല്ലാത്തിനും എനിക്ക് വലിയ വിശ്വാസമായി ഇതിൽ. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് നമുക്ക് അറിയില്ല, മാനിഫെസ്റ്റേഷൻ്റെ പേരൊന്നും അറിയില്ല. അങ്ങനെ ഇപ്പോൾ ജ്യോതിഷം ഇതുമായിട്ട് ബന്ധമുണ്ടെന്നും അറിയില്ല. ഞാൻ ജ്യോതിഷം പഠിച്ച് വാശിക്ക് പഠിച്ചതാണ്. ഞാൻ പഠിക്കണത് 26 വയസ്സായിട്ടാണ് പഠിച്ചത്. ചെറുപ്പത്തിൽ. രണ്ടാമത്തെ മകൻ ജനിച്ച ശേഷം അല്ല, അതിന് മുമ്പായി പഠിച്ചത്. അങ്ങനെയാണ്. പിന്നെ എനിക്ക് കുറച്ചൊക്കെ അറിയാതെ എൻ്റെ അച്ഛനെ നോക്കി പറയണേക്കാറുണ്ട്. അച്ഛൻ ജ്യോതിഷമൊന്നുമല്ല, പക്ഷേ അച്ഛനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ പറയും ഓരോ കാര്യങ്ങളൊക്കെ. പറയണ ഇത് സിദ്ധിയാണെന്നു പറയണൊക്കെ കറക്റ്റാണ്. കവിടിയൊന്നുമില്ല അച്ഛനും. പറയുന്നത് നിറച്ച ആൾക്കാരും വരാറുണ്ട്. അവർ പറയണ ഇപ്പോഴും അവർക്ക് സത്യമാണെന്ന് പറയണു. അപ്പോൾ പലരോടും പറയും നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണത്തിൽ പെൺകുട്ടി പയ്യനെ അന്വേഷിച്ച് പോകണമെന്നുള്ള സത്യമായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കേട്ടെ, എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പെൺകുട്ടികളൊന്നും പഠിക്കില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു നമ്മൾ പഠിച്ചില്ല. അത് കഴിഞ്ഞ് സന്ദർഭവശാൽ എനിക്ക് ഇതുപോലെ തന്നെ ഒരു കാര്യം നോക്കാൻ ചെന്നപ്പോൾ എനിക്ക് തലക്കുറി എഴുതണം മക്കളുടെ, ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും. പക്ഷേ എഴുതി തരില്ല ആരും, ഭയങ്കര റേറ്റാണ് പറയണത് തലക്കുറി എഴുതാൻ. അപ്പോൾ ഞാൻ അടുത്തുനിന്ന കാര്യം ഇത് പഠിച്ചിട്ടേ കാര്യം പഠിക്കാൻ എഴുതിയിരിക്കുന്നു വെച്ചു. അങ്ങനെ ഒരാളോട് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു, എനിക്ക് സമയമൊന്നുമില്ല, 1000 റുപ്പീസ് വേണമെന്ന് പറഞ്ഞു. നമ്മളത്രേ ഉള്ളൂ, കൊടുക്കണേ എങ്ങനെയാണ്. അപ്പം ഞാൻ മനസ്സിലോർത്ത് തൻ്റെ തലക്കുറി ഞാൻ എഴുതും, മനസ്സിലോർത്തു. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഞാൻ എസ്ട്രോളജർ ആവുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് മഹാദേവൻ എന്നെ വിളിച്ചതാണ്, ആരെയും വിളിച്ചതാണ്. അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല, ഈ മറ്റേ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. ഒരു സൺഡേ എനിക്കൊരു കോൾ വരികയാണ്. അപ്പോൾ അയ്യോ സോറി മാറിപ്പോയി, അല്ലല്ല എനിക്ക് അറിയേണ്ട ആളാണ്, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. വന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല, പോയി അങ്ങോട്ട് വഴിയൊക്കെ അന്വേഷിച്ച് പോയി. മിറാക്കിൾ പോലെ വന്നു നമ്മൾ അവിടെ മാനിഫെസ്റ്റേഷൻ.
അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് റേക്കി പറ്റിക്കുന്ന ഒരു പ്രാവശ്യം ഞാൻ ആരോ പറയണ കേട്ടു. അന്ന് ഇതൊന്നുമില്ല, യൂട്യൂബൊന്നുമില്ല. എന്നാൽ റേക്കി പഠിക്കാം എന്ന് വെച്ചാൽ അങ്ങനെ റേക്കി പഠിക്കാനായിട്ട് അന്വേഷിച്ച് റേക്കി പഠിച്ചു. റേക്കി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങുന്നത്. അപ്പോൾ നല്ല പൈസ വേണം റേക്കി പഠിക്കാൻ. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്. ഫോർത്താക്കി മാസ്റ്ററായി. നല്ല നമ്മൾ ടൈമും വേണം, നമ്മൾ 21 ദിവസം ബ്രഹ്മചര്യം വേണം. അത് ചെറുപ്പമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എടുത്തതൊക്കെ ചെയ്ത് ഞാൻ കഴിക്കില്ല, ഒരിക്കലും കഴിക്കില്ല, കഴിച്ചിട്ടുമില്ല. ഇല്ല, അച്ഛനൊന്നും വാങ്ങിക്കില്ലായിരുന്നു. ഞാൻ പറയില്ല, ഇത് ക്ഷത്രിയ ബന്ധമുള്ള കാരണം വാങ്ങിക്കില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കഴിക്കും, മക്കൾ കഴിക്കും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ റേക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് ഡീപ്പായിട്ട് ചെയ്യും. എനിക്കത് ആഗ്രഹമാണത്. അപ്പോൾ നമ്മളിപ്പം ബികോം ആയിരുന്നു, അക്കൗണ്ടൻസി പഠിക്കും. അത് ഞാൻ ബികോം പഠിച്ചു. അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ അത് ചെയ്ത് പഠിക്കും ഞാൻ. എനിക്ക് ഡീപ്പായിട്ട് പോകും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അരമണിക്കൂർ ഇത് പ്രാർത്ഥിക്കും. അങ്ങനെയായി മെഡിറ്റേഷനിലേക്ക് വന്നു. ആരും പഠിപ്പിച്ചതൊന്നുമല്ല മെഡിറ്റേഷനൊന്നും. അപ്പോൾ ഇത് റേക്കി ചെയ്തപ്പോൾ മെഡിറ്റേഷനായി വന്നു. പിന്നെ എനിക്ക് ഈ പവറൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ ഈ ആജ്ഞാചക്രത്തിൽ ലൈറ്റ്, ഇപ്പം നടക്കുന്ന കാര്യമാണെങ്കിൽ ലൈറ്റ് ബ്ലൂവോ വൈറ്റോ വരും, അല്ലെങ്കിൽ ഗോൾഡൻ കളർ വരും. നടക്കാത്തതാണെങ്കിൽ ക്ലൗഡ് വരും. അപ്പോൾ അത് നമ്മൾ എടുക്കില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു റേക്കിയെ പറ്റി. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് പഠിച്ചു, ഡിസ്റ്റൻസ് ഹീലിംഗ് പഠിച്ചു. ഡിസ്റ്റൻസ് ഹീലിംഗ് ആക്റ്റീവ് ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ നിരന്തരമായ പ്രാക്ടീസും വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. ഇപ്പോൾ ഒരു ആൾക്ക് വേറെ പ്രേമമാണെങ്കിൽ അതിനൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല. ഭാര്യ കൂടുതൽ വേറെ ആൾ പ്രേമിക്കാൻ ചെയ്യാൻ പാടില്ല. നമ്മൾ സത്യസന്ധമായ കാര്യത്തിൽ ചെയ്യാറുള്ളൂ. ഇപ്പം വിദേശത്ത് പിന്നെ മനസ്സിലാക്കി ചോദിക്കും ഞാനപ്പോൾ. അപ്പോൾ അത് നമുക്ക് ദൈവം കാണിച്ചു തരും, ഇത് വേണ്ട. അപ്പോൾ ക്ലൗഡ് വരും. അപ്പം ഞാൻ ഇത് കറക്റ്റ് ഭാര്യയാണോ അല്ല, അപ്പം നിർത്തും. അപ്പം അവർ പറയും എൻ്റെ വൈഫ് വിട്ടുപോയി, ഒന്ന് റേക്കി ആവുകയും ചെയ്യുമ്പോൾ ക്ലൗഡ് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഞാൻ വെളുപ്പിനാണ് ചെയ്യാറ്. കാരണം അല്ലെങ്കിൽ ഫോൺ കോളൊക്കെ വന്ന് ഡിസ്റ്റർബായി ശരിയാവില്ല. പിന്നെ ഓരോ ചക്ര അതെ, രാവിലെ ചെയ്യും. രാവിലെ നല്ലതാണ്. പ്രഭാതം എന്ന് പറയുമ്പോൾ കുളിക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ മുഖം കഴിയിട്ട് പ്രഭാതം എന്ന് പറയുമ്പോൾ വളരെ എനർജിയാണ്, അന്തരീക്ഷത്തിൽ നല്ല എനർജിയാണ്. ശരിക്കും നമ്മൾ പുറത്തേക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല പവറാണ്. സമ്മതിക്കില്ല വെളുപ്പിനൊക്കെ പുറത്തിരിക്കാം 3 മണിക്കൊക്കെ. അപ്പോൾ വീട്ടുകാർ സമ്മതിക്കുമോ? അപ്പോൾ അകത്തിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ നല്ല എനർജി ആയിരിക്കും. അവിടെ അടുത്തിരിക്കുന്നവർക്കും കൂടി സ്വഭാവം മാറ്റം വരും നമ്മൾ ഈ റേക്കി ചെയ്യുമ്പോൾ. നല്ല പവർഫുള്ളാണ്. പക്ഷെ നമ്മളത് ശരിക്കും പ്രാർത്ഥിച്ച് ചെയ്യണം. അങ്ങനെയൊന്നുമില്ല, നോണൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ജ്യോത്സ്യന്മാർ എത്രയോ നോൺ കഴിക്കുന്നു. നമ്മൾ ചെറുപ്പത്തിൽ ശീലമില്ലാത്ത ആരും കഴിക്കണില്ല. കഴിക്കണ അതല്ലേ പഴയ കാലത്ത് ഉച്ച കഴിഞ്ഞാൽ നോക്കൂല എന്ന് പറയില്ലേ കണിയാന്മാരൊക്കെ. എന്താ ഉച്ച കഴിഞ്ഞ് നോണൊക്കെ കഴിക്കും. ശരി, നോക്കാൻ പറ്റില്ല. 5 മണി വരെ നോക്കാം നമുക്ക് ശരിക്കും. ഉച്ച കഴിഞ്ഞ് നോക്കൂല എന്ന് പറഞ്ഞാൽ കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, ഞങ്ങളുടെ മാഷ് പറഞ്ഞതാ ക്ലാസ്സിൽ. ഉച്ച കഴിഞ്ഞിട്ട് അവർ നോക്കൂല, അതുകൊണ്ട് കാരണം ഇതാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്തായാലും നോൺ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ജ്യോത്സ്യം നോൺ കഴിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരു ഭക്ഷണം ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷെ പശുവൊന്നും കഴിക്കാൻ പാടില്ല, പാപമാണ് അതൊക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ റേക്കി ചെയ്യണവർ ഭക്ഷണം കഴിക്കാം, നോൺ കഴിക്കാം. മദ്യം കഴിക്കില്ല റേക്കി ചെയ്യുമ്പോൾ. കാരണം മദ്യം കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ബുദ്ധി പോകും. അതൊന്നുമില്ല, പുകവലി മദ്യമൊന്നും പാടില്ല. ലഹരി സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ മൈൻഡ് വരില്ല, തെറ്റായി പോവും ഇതൊക്കെ ചെയ്യുമ്പോൾ. അതൊന്നും ബുദ്ധന് ഇഷ്ടമല്ല. ബുദ്ധൻ്റെ ആണല്ലോ റേക്കി, ബുദ്ധ ഭഗവാനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം നമ്മൾ ബുദ്ധനെ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിക്കാം. ഞാൻ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാറ്. അപ്പോൾ ഹനുമാൻ സ്വാമി ആകുമ്പോൾ ജീവിച്ചിരുന്ന ദേവനല്ലേ. ചെറുപ്പത്തിലേ ഞാൻ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കുടുംബദേവത, അതാണ് ഏറ്റവും വലുത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുടുംബദേവതയും പിതൃക്കളെയും ഇഷ്ടദേവനെയും പ്രാർത്ഥിച്ച് ചെയ്യാവൂ, എങ്കിലേ നമുക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. ഈ കുടുംബദേവത ഇല്ലാത്തവരുണ്ട്, അതായത് ക്രിസ്ത്യൻ ഫാമിലിയിലേക്ക് ജനിക്കുന്ന ആൾക്കാർക്ക് കുടുംബദേവതയില്ല. ഹിന്ദുസത്തിലോട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ല. ഈ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ പാലനെ ചീത്ത പറഞ്ഞാലും തെറി വിളിച്ചാലും ശരി, ക്രിസ്ത്യൻ എന്ന സമുദായം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. മുസ്ലിംസും അതൊക്കെ നമ്മൾ മതം മാറി വന്നതാ. മുഗളന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി വന്നത്, രാജാക്കന്മാർ രജപുത്രന്മാരൊക്കെ മാറി വന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഫാമിലിയിൽ ഇതുപോലെ തന്നെ കൗടി വയ്ക്കാൻ പോയിട്ട് നോക്കാൻ പോയി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കുട്ടികളുണ്ടാവുന്നില്ല. എന്ത് ചെയ്തിട്ടും കുട്ടികൾ നല്ല ഇഷ്ടംപോലെ ഉണ്ട്, കുട്ടികളില്ല. അപ്പോൾ ചെന്ന് നോക്കാം. ഇപ്പോൾ അന്നൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ പോയത്. പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹിന്ദുക്കളല്ലായിരുന്നു, നിങ്ങളുടെ പൂർവ്വ ദേവത എവിടെ? ഞങ്ങൾ ക്രിസ്ത്യനാന്ന് പറഞ്ഞു. കുറേ തർക്കിച്ച് കഴിഞ്ഞപ്പോൾ കാർദൂർ പറഞ്ഞു ഹിന്ദുക്കളായിരുന്നു എന്ന് പറഞ്ഞു, കൺവേർട്ട് ആയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവത എവിടെയാണ്? ദേവതയ്ക്ക് പോകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ.
അപ്പോൾ ഇവർക്ക് കുട്ടികളുണ്ടാവില്ല. കാരണം എന്താ? രണ്ടുപേരും ജാതകം നോക്കി കഴിഞ്ഞപ്പോൾ എന്താ, ഇയാൾക്ക് ഭയങ്കര വണ്ണാണ്. ഇയാൾ വന്നുടനെ കിടന്നുറങ്ങും. 5 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴാ കുട്ടി കന്യകയാണ്. മനസ്സിലായോ? പക്ഷെ അത് പാവം, അത് അധികം സാമ്പത്തികം അത് വീട്ടിൽ നിന്നാൽ അത് ഒതുങ്ങി ജീവിക്കലോടെ. ഇപ്പോഴത്തെ കാലത്ത് എനിക്കില്ല അങ്ങനെയൊന്നും. അപ്പോൾ നോക്കിയപ്പോൾ ഡയമണ്ട് ഇടാൻ പറഞ്ഞു. പ്രശ്നം തീർന്നു. അയാൾ ശുക്രൻ്റെ ബലമില്ല. ഡയമണ്ട് ഇട്ടപ്പോൾ കുട്ടിയൊക്കെ ഉണ്ടായി. അതിന് പരിഹാരങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ താപൂല പ്രസവിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. പക്ഷെ അവർക്കൊരു ക്രെഡിറ്റിന്. പിന്നെ അവരുടെ ഫാമിലിയൊക്കെ കുറേ പേർക്ക് പോയി. ഇപ്പോൾ ഞാൻ പോകാറില്ല, നേരെയില്ല പോകാൻ. ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ദേവതയും കണ്ടുപിടിക്കാം. താമൂല പ്രശ്നിച്ച് കുടുംബദേവതയെ കണ്ടുപിടിക്കാം. പൂർവികരൊക്കെ ഹിന്ദുക്കളാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോ ക്രിസ്ത്യൻസാ. അറിയാൻ പറ്റും. അതിനിപ്പോൾ മാതാവിനെ പ്രാർത്ഥിച്ചാൽ പോരെ? നമ്മളിലേക്ക് കണ്ടുപോയിട്ടാണല്ലോ മാതാവ് എല്ലാത്തിനും. ഈ മാതാവ് ദേവി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. നമ്മൾ പല രീതിയിൽ ആചരിക്കുകയും പ്രാർത്ഥിക്കണമെന്ന് മാത്രം. മാതാവും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ വല്ലാർപാടത്ത് പള്ളിയിൽ പോയ കാര്യം നടക്കാത്ത കാര്യം നടക്കും. ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ ക്രിസ്ത്യൻസിനൊക്കെ പറയും വല്ലാർപാടത്തിൽ പോകും. കല്യാണം നടക്കാത്തവർക്ക് പട്ടുസാരി കൊടുത്ത് നടക്കും. എൻ്റെ ഒരുപാട് എനിക്ക് അനുഭവങ്ങളുണ്ട്. ഞാൻ പോയിട്ടില്ല, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ് വല്ലാർപാടത്തമ്മ. അതുപോലെ ദേവിയെ പ്രാർത്ഥിച്ചാലും നല്ലതാണ്. മഹാദേവൻ, എല്ലാ ദേവാദിദേവന്മാരുടെ ആണ് മഹാദേവൻ. അതുപോലെ തന്നെ ധനത്തിൻ്റെ ബുദ്ധിമുട്ടും ഗണപതിയെ പ്രാർത്ഥിക്കണം. ഗണപതിയെ പ്രാർത്ഥിക്കാത്തവർക്ക് ധനബുദ്ധിമുട്ട് വരുന്നത് മൂലാധാരത്തിൻ്റെ, നമുക്ക് ആ ചക്രം നമ്മൾ പറഞ്ഞ് പറയിക്കുകയാണല്ലോ. നമുക്ക് ചക്രാസ് ഉണ്ട്. മൂലാധാരം എന്ന് പറയും. നട്ടലിൻ്റെ സ്പൈനൽ ഏറ്റവും അടികളാണ് മൂലാധാരം. ആ മൂലാധാരം ബ്ലോക്ക് ആകുമ്പോഴാണ് ധനം ഉണ്ടാവില്ല. അറിയാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും. നമ്മളൊരാളെ ശ്രദ്ധിച്ച് നോക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പറയണ എങ്ങനെയാ? മൂലാധാരം ബ്ലോക്കാണെങ്കിൽ ധനം ഉണ്ടാവില്ല. പിന്നെ ഫാമിലി ഇഷ്യൂ ഒക്കെ വരുമല്ലോ, അത് സ്വാധിഷ്ഠാനം ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ ഇഷ്യൂ വരുന്നത്. പിന്നെ ഭക്ഷണത്തിൽ എപ്പോഴും ഒന്നും ദഹിക്കണില്ല, അങ്ങനെ മണിപൂരകം ബ്ലോക്ക് ആവും. പിന്നെ ഓരോ കളേഴ്സും ഉണ്ട്. മൂലാധാരത്തിന് റെഡ്, സ്വാധിഷ്ഠാനത്തിന് ഓറഞ്ച്, മണിപൂരത്തിന് ഗോൾഡൻ യെല്ലോ, അനാഹൃതത്തിന് പച്ച, സ്നേഹം, അനാഹൃത സ്നേഹം. പിന്നെ വിശുദ്ധിക്ക് ലൈറ്റ് ബ്ലൂ, ഇത് നീല, ഇത് ഇൻഡിഗോ. ഇങ്ങനെ ഓരോ കളേഴ്സ് ഉണ്ട്. 7 ചക്രാസിന് കളേഴ്സ് നാമങ്ങളും ഉണ്ട് ഓരോന്നിനും. ഒന്നാമത് സ്റ്റുഡൻസ് പരീക്ഷയ്ക്ക് എഴുതാകുമ്പോൾ 10th +2 പിന്നെ നീറ്റ് ഇതൊക്കെ എഴുതുന്ന കൂടുതലും. പിന്നെ ഫാമിലി ഇഷ്യൂ ഉള്ളവർ, പിന്നെ രോഗമുള്ളവർ. ശരിക്കും അവർക്ക് രോഗം ഉണ്ടാവില്ല, ഈ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ ക്യാൻസറൊക്കെ വന്നവരൊക്കെ സമീപിക്കും. അപ്പോൾ അവർക്ക് വേദന കുറയാൻ വേണ്ടി അത് ആക്സസ് ബാർ എന്ന സംഭവം ഉണ്ട്, അതാ ചെയ്യാം. ആക്സസ് ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യാൻ സമ്മതിക്കില്ല പിള്ളേരൊക്കെ. കാരണം കിടത്തി ചെയ്യണം, അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ രോഗമുള്ളവരുടെ പാദം കിട്ടിയാൽ മതി, അപ്പോൾ നമുക്ക് ആക്സസ് ബാർ ചെയ്യാം. പാദം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു നല്ലതാണ്. റേക്കിയുടെ അത്ര പോരാ, എന്നാലും റേക്കിയാണ് ഏറ്റവും പവർഫുള്ള്. റേക്കി ചെയ്ത് അവരുടെ വേദനയ്ക്ക് ഒരു ശമനം കൊടുക്കുക സ്റ്റുഡൻസിന്. പിന്നെ ഫാമിലി ഇഷ്യൂ ഉള്ളവർ, ഭാര്യ ഭർത്താവ് കലഹം, അമ്മായിയമ്മ മരുമോൾ കലഹം, അതിനൊക്കെ ഹീൽ ചെയ്യാം. നമുക്ക് ഹീൽ ചെയ്ത് രണ്ടുപേരും മനസ്സിനെ മാറ്റാം. രണ്ടുപേരും മനസ്സ് അനാഹൃതം ബ്ലോക്കായിരിക്കും, അതാണ് ഈ പ്രശ്നം. അപ്പം അങ്ങനെയൊക്കെ മാറ്റിക്കഴിയുമ്പോൾ അവർ ഓക്കെ ആയി. അതിനൊക്കെ റേക്കി ചെയ്താൽ മതി, റേക്കി ഹീലിംഗ് ചെയ്താൽ മതി. ചെയ്യാലോ. കഴുത്തിന് വേദനയുണ്ടോ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് നേരമൊക്കെ. പിന്നെ നമ്മൾ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യും. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഇപ്പം ഹൊക്കുറാന്ന് നമ്മളിത് കയ്യിൽ എഴുതിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിസ്റ്റൻ്റായിട്ട് വരും ഇടയ്ക്ക്. ഇത്തിരി സമയം പിടിക്കും അതൊക്കെ വരണമെങ്കിൽ. ഇപ്പോൾ വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ കുറച്ച് ഫോട്ടോ വേണം. ഫോട്ടോ ആദ്യം ചക്ര ഹീൽ ചെയ്യും. ചക്രസ് അനാഹൃതത്തിൽ ബ്ലോക്ക് ഉണ്ട്. അനാഹൃതം ബ്ലോക്ക് ഉണ്ട്. സ്നേഹത്തിന് വല്ല പ്രശ്നമുണ്ടോ? മാതാപിതാക്കൾക്കൊക്കെ സ്നേഹമില്ലേ? പക്ഷെ പോരാ. അനാഹൃതം ബ്ലോക്ക് ഉണ്ട്. അത് ബ്ലോക്ക് നമ്മൾ പ്രാർത്ഥിക്കണം നന്നായിട്ട്. മാതാവിനെ പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ പറയും ചൊല്ലണം. അത് ചൊല്ലാറില്ല. കാരണം അനാഹൃതം ബ്ലോക്ക് ഉണ്ട്. സ്നേഹത്തിന് ദാഹിക്കുന്നൊരു ഹൃദയമാണുള്ളത് അല്ലേ? ബാക്കി പ്രശ്നമൊന്നുമില്ല. സ്നേഹം കിട്ടുന്നില്ല.
ആളിനിങ്ങനെ വിഷമം. ഉണ്ട് അനാകൃതത്തിന് ബ്ലോക്ക്. അതാണ് അനാകൃതം. സ്നേഹം കിട്ടാൻ ബാക്കിയൊക്കെ ഓക്കെയാ, പൈസയൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല, മൂലാധാരമൊന്നും ബ്ലോക്കില്ല. ഇതാണ് ബ്ലോക്ക് ഉള്ളത്. അത് നമ്മൾ പ്രാർത്ഥിച്ച് ശ്വാസം അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന നമ്മൾ ദീർഘശ്വാസം എടുക്കുക. അതിനിത് പഠിക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് 3 പ്രാവശ്യം വിടുക. എന്നിട്ട് കുറച്ച് നേരം മിണ്ടാതിരിക്കുക സൈലൻ്റായിട്ട്. അപ്പോൾ നമുക്കത് പൊക്കോളൂ. നമ്മൾ സ്നേഹിക്കില്ലാരും, സ്നേഹിക്കാഞ്ഞിട്ടുള്ള നമുക്ക് തോന്നുന്നതാ, തോന്നില്ല. അതാണ്. അപ്പോൾ അത് മാറിക്കോളും. അത് മാറ്റണം, ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ റേക്കി ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേക്കി ഒരു പ്രത്യേക പ്രപഞ്ചത്തിലുള്ള ഊർജ്ജത്തിനെയാണ്. ആ ഊർജ്ജത്തിന് നമ്മുടെ കൈകളിലേക്ക് എടുത്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. നമ്മൾ കൊടുക്കാം. നമുക്ക് വേദനയൊക്കെ വരികയാണെങ്കിലോ മുദ്രകളൊക്കെ ഉണ്ട് അതിന്. ഇപ്പോൾ വേദനയൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ അത് ഇത് പഠിക്കൊന്നും വേണ്ട, അതിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ആ വേദനയുടെ സ്ഥലത്ത് ഇപ്പോൾ വേദന ഉണ്ടെന്ന് പറയില്ലേ, ഇങ്ങനെ പിടിച്ച് ഇവിടെ വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ വേദന കുറയും. എന്നിട്ട് പറയണം, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്, പൂർണ്ണ ആരോഗ്യവതിയാണ്. അപ്പോൾ അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം, ആരെ വിശ്വസിക്കുന്ന ഏത് വിശ്വസിച്ചാലും, ഏത് ദൈവത്തെ വിശ്വസിച്ചാലും, മാതാവിനെ മാതാവ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, രാവിലെ എഴുന്നേറ്റ് വടക്കോട്ടേക്ക് പ്രാർത്ഥിക്കാം. സമ്പൽ സമൃദ്ധിയും പൂർണ്ണ ആരോഗ്യത്തോടും എനിക്കാൻ സാധിച്ചു നന്ദി. എനിക്കിന്ന് ഗ്യാരണ്ടി ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. എനിക്ക് സത്യം നമ്മുടെ എന്തൊക്കെ ആഗ്രഹം ആൾക്ക് സാധിച്ചത് പറയണം. ഞാനൊക്കെ പറയാറുണ്ട്, നടക്കാറുണ്ട് കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ ഒരു നല്ല ജോലി, കല്യാണം, എന്ത് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മാനിഫെസ്റ്റേഷൻ രാവിലെ ചെയ്യേണ്ട, വെളുപ്പിന് ചെയ്യണം. വെളുപ്പിന് ചെയ്യുമ്പോൾ നിശബ്ദമായിരിക്കും. എപ്പോഴാണ് എണീക്കണാവോ? നേരത്തെ എണീക്കണം. അപ്പം 5:30 ഈ ഉദയത്തിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടക്കുക. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വൈബ്രേഷൻ തന്നെ വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നടക്കും, ഉറപ്പാണ് കാര്യം. അതെന്നും ചെയ്യണം. അത് കാരണം പ്രപഞ്ചത്തിൽ അറിയില്ല, നമുക്ക് തരണം എന്ന് പറയരുത്, ലഭിച്ചിരിക്കുന്നതായിട്ട് പറയണം. എന്താണോ നമ്മുടെ ആഗ്രഹം അത് ലഭിച്ചിരിക്കുന്നതായിട്ട് പറയണം. കിട്ടിയതായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ആരോഗ്യം വേണം. പിന്നെ അതുപോലെ ഗ്ലാസ് വെള്ളം എടുക്കുക. രാത്രി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പ്രാർത്ഥിക്കുക, ഐ ആം ഹെൽത്തി, വെൽത്തി ആൻഡ് ലക്കി. ഒരു 11 ടൈംസോ 21 ടൈംസോ പ്രാർത്ഥിക്കാം. ഹെൽത്തും വേണം, ലക്കും വേണം, വെൽത്തും വേണം. 3 വേണ്ടേ? വെൽത്ത് ഉണ്ട്, വയ്യെങ്കിൽ എന്ത് ചെയ്യും? ഹെൽത്ത് ഉണ്ട്, പണമില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഐ ആം ഹെൽത്തി, വെൽത്തി ആൻഡ് ലക്കി ഇത് പറഞ്ഞിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ അതും തന്നെ പ്രാർത്ഥിച്ച് കുടിക്കുക. അപ്പോൾ ഇതെല്ലാം അതിനടുത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള പ്രാർത്ഥന അതും പറയാം. ജലം എന്ന് പറഞ്ഞാൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ ഭയങ്കരമാണ്. പിന്നെ ജലമല്ലേ, ഭൂമിയുടെ ചന്ദ്രനല്ലേ ജലം. ചന്ദ്രൻ മനക്കാരകനായ ചന്ദ്രനാണ് ജലം. ജലം എന്ന് പറയുമ്പോൾ മൂലാധാരത്തിൻ്റെ ജലം. അപ്പോൾ ഈ ജലത്തിന് ഭയങ്കര പവറാണ്. ആ ജലത്തിൽ അടച്ചു വെക്കണം കേട്ടോ, വല്ല പ്രാണിമീനെ കൊള്ളില്ല. അടച്ചു ഒരു ഗ്ലാസ്, ഒരു പ്ലെയിൻ ഗ്ലാസ് എടുക്കാം, അതിൽ കുറച്ച് വെള്ളം എടുക്കുക, നിറച്ച് വെള്ളം എടുക്കാം. നമ്മൾ രാത്രി പ്രാർത്ഥിച്ച് അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം വീണ്ടും പ്രാർത്ഥിച്ച് കുടിക്കുക. സൂപ്പറായിരിക്കും. അതൊക്കെ റേക്കിപ്പെട്ടതാണ്. ഇതൊക്കെ വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ആഗ്രഹം പറഞ്ഞ് നടക്കും. അത് പക്ഷെ പറയുമ്പോൾ വിശ്വാസം വേണം. വിശ്വസിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് നടക്കും. എനിക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്ത് പിന്നെ എന്നെ ഹീൽ ചെയ്തതിനും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.